ഇന്ത്യയിൽ ബി ജെ പി വളർന്നു വന്നൊരു സാഹചര്യം നമുക്കറിയാം. 1980-കൾക്ക് മുമ്പ് വരെ അവർക്കുണ്ടായിരുന്നൊരു പ്രൊജക്റ്റ് ആയിരുന്നില്ല പിന്നെ അവർ ബി ജെ പി വളരാൻ വേണ്ടി ഏറ്റെടുത്തൊരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും അതുപോലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായിരുന്നു ആ പ്രൊജക്റ്റ്. അപ്പോൾ അത്തരത്തിൽ ഹിന്ദു ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ ഏകോപിപ്പിക്കാനും ഒക്കെ തന്നെ അവർ ശ്രമിച്ചിരുന്നു. അതിലേതാണ്ട് ഉത്തരേന്ത്യയിൽ അവർ വലിയ തോതിൽ വിജയിച്ചു. ദക്ഷിണേന്ത്യയിലേക്കും രാമൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രാധാന്യം വരുത്താനൊക്കെ തന്നെ അവർ ശ്രമിച്ചിരുന്നു. അത് ഈ ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. പലപ്പോഴും അൺഓർഗനൈസ്ഡായി കിടക്കുന്ന സെക്ടറുകളെ ആരാണോ ഓർഗനൈസ്ഡ് ആക്കുന്നത് അവർക്ക് വലിയ തോതിൽ വിജയിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം, ബേക്കറിയൊക്കെ തുടങ്ങുമ്പോൾ നേരത്തേക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബേക്കറി, ചെറിയ ബേക്കറി ആയിട്ടാണ് തുടങ്ങിയിരുന്നെങ്കിൽ പിന്നീട് അങ്ങനെയല്ല. ഇപ്പോൾ KR ബേക്കറി പോലെയുള്ള മറ്റു പല ബേക്കറികളും, റോയൽ ബേക്കറിയൊക്കെ പോലെയുള്ള പല ബേക്കറികളും കേരളത്തിൽ നിൽക്കുന്നവർക്കറിയാം വരികയും അവർ ഇതിനെ ഒന്ന് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് ആക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അവരൊക്കെ തുടങ്ങുന്ന പോലെ ഒരു ബേക്കറി ഒരു സാധാരണക്കാരന് ഒരു ചെറിയ മുറിയിൽ തുടങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്, തുടങ്ങിയാൽ അത് വിജയിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ബി ജെ പിയും ഒക്കെ തന്നെ ഈശ്വരവിശ്വാസത്തെയും മതത്തെയും ഒക്കെ തന്നെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർ വിജയിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് രാമനും അതുപോലെ ജയ് ശ്രീരാം വിളികളും രാമക്ഷേത്രവും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള രാമക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള കൊള്ള, ആ കൊള്ള എന്ന് പറയുന്നത് സമാനതകളില്ലാത്തൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഓരോ ദിവസം ചെല്ലുന്നതോറും ആദ്യം 200 കോടി എന്നാണ് കേട്ടത്, പിന്നീട് നമ്മൾ 500 കോടി എന്ന് കേട്ടു, പിന്നെ 1000 കോടി എന്ന് കേട്ടു, ഇപ്പോൾ ഏതാണ്ട് 1500-2000 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ സ്ഥലവിൽപ്പനകൾ മുതൽ, അതായത് 2 കോടിയിലധികമുള്ളൊരു സ്ഥലം ഒരാൾ മേടിച്ചിട്ട് അത് 18 കോടിയിലേക്കാക്കി വിൽക്കുന്ന മാജിക്കും ഒക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ സ്ഥലവിൽപ്പനയിലൂടെയൊക്കെ തന്നെ നമ്മുടെ ചമ്പൽ കൊള്ളക്കാരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഈ പറയുന്ന സംഘപരിവാറിൻ്റെയൊക്കെ നേതാവൊക്കെ അടക്കമുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഈ കേസിൽ പെട്ട് ഉഴലുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പെട്ട് ഉഴലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു പരാതി കൂടി വന്നിട്ടുള്ളത്. ആ പരാതിയുടെ ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ ടോപ്പിക്കിലേക്ക് വരാം. ബി ജെ പിക്ക് ഇത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ തിരിച്ചടിയാകും. ഒരുപക്ഷെ അവരുടെ ഐഡിയോളജികളുടെയും അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ആശയത്തിനെ തന്നെ അടിച്ച് തകർക്കാൻ പോന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ. അദ്ദേഹം 1970 ബാച്ചുകളിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി 2004 ജൂലൈ മുതൽ 2006 ജൂലൈ വരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പരാതിയിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ നിങ്ങൾക്കൊരു പുസ്തകത്തെക്കുറിച്ച് അറിയണം. ആ പുസ്തകം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയുടെ ബൈബിൾ എന്ന് സാധാരണ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് രാമചരിത മാനസ് എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു എപ്പിക്കാണ് അത് എന്ന് പറയുന്നത്. ഹിന്ദിയുടെ ഒരു ഉപഭാഷയായിട്ടുള്ള അവധി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള, അവധി എന്ന് പറയുന്ന ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അതെന്ന് പറയുന്നത്. അതിന് 10902 വാക്യങ്ങളാണ് അതിനകത്തുള്ളത്. ബാക്കിയുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിൽ ഏതാണ്ട് 7 കാണ്ഡങ്ങളായി 7 ചാപ്റ്ററുകളായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ആദ്യം ചൈൽഡ്ഹുഡ് രാമനെക്കുറിച്ച് വിവരിക്കുന്ന, പിന്നെ അയോധ്യ കാണ്ഡം, പിന്നെ ആരണ്യകാണ്ഡം, അങ്ങനെയുള്ള നിരവധി കാണ്ഡങ്ങളായിട്ട് വിഭജിക്കുന്ന, ഉത്തരകാണ്ഡം വരെയുള്ള 7 കാണ്ഡങ്ങളായിട്ട് വിഭജിക്കുന്ന ഒരു വലിയ പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റേത് അടങ്ങിയിട്ടുള്ള ഒരു രൂപം, ഈ പറയുന്ന ഇതെല്ലാം തന്നെ സ്വർണ്ണലിപികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപം അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ രാമക്ഷേത്രത്തിലേക്ക് സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ അദ്ദേഹം വലിയ ഭക്തനാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഈ ദൈവമാണ് കാരണമെന്നും അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ സമ്പാദ്യവും അദ്ദേഹം കൊടുത്തത്. ആ മുഴുവൻ സമ്പാദ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 5 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് വിലമതിക്കുന്ന ഒരു കാര്യമാണ് കൊടുത്തത്. ഇത്തരത്തിലുള്ള രാമചരിത മാനസത്തിൻ്റെ ഒരു രൂപമാണ് കൊടുത്തത്. അപ്പോൾ അതിൽ ഈ പറയുന്ന സ്വർണ്ണലിപികളിലാണ്, അതായത് 24 ക്യാരറ്റിലാണ് ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതാണ്ട് 140 കിലോഗ്രാം കോപ്പറും ഏതാണ്ട് ഒരു 5 മുതൽ 7 കിലോഗ്രാം വരെയൊക്കെ ഗോൾഡ് അടക്കം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം അങ്ങനെ സംഭാവന ചെയ്തപ്പോൾ, അത് 2024 സംഭാവന ചെയ്തപ്പോൾ അതിന് വലിയ തോതിലുള്ള ഒരു പ്രസക്തി കിട്ടിയിരുന്നു. അതിൽ ഓർഗനൈസർ എന്ന് പറയുന്ന മാസിക നമുക്കറിയാമല്ലോ, RSSൻ്റെ മുഖമാസികയാണ്. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് നോട്ട് ഓൺലി എ ടെസ്റ്റമെൻറ്റ് ടു നാരായണാസ് ഡിവോഷൻ, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിവോഷൻ മാത്രമല്ല കാണിക്കുന്നത്, ബട്ട് ഓൾസോ എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു പ്രിസർവിങ് ആൻഡ് പ്രൊമോട്ടിങ്
ദ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രി. ഇത് അദ്ദേഹത്തിൻ്റെ ഡിവോഷൻ മാത്രമല്ല, പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഇതൊരു പ്രദർശനം കൂടിയാണ്. എന്തിൻ്റെ? അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ. എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഇത്? പ്രിസർവ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും. എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള പാരമ്പര്യവുമൊക്കെ മതപരമായിട്ടുള്ള പാരമ്പര്യവുമൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാര്യമാണെന്ന് പറഞ്ഞ ആ സാധനം തന്നെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം അദ്ദേഹം പരാതി കൊടുത്തിട്ടുള്ളത്. ദ മാനസ് എന്ന് പറയുന്ന ആ ക്രാഫ്റ്റിൻ്റെ രാമചരിത മാനസയുടെ ക്രാഫ്റ്റാണ്. ആ ക്രാഫ്റ്റ് തന്നെ കാണാനില്ല. യഥാർത്ഥത്തിൽ ചമ്പത് റായ് എന്ന് പറയുന്ന അവിടുത്തെ VHPയുടെ ഉപാധ്യക്ഷൻ, അദ്ദേഹമാണ് ട്രസ്റ്റിൻ്റെ പരമാധികാരിയായിരുന്നത്. ആ പരമാധികാരിയായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇത് കയ്യിലേക്ക് മേടിക്കുമ്പോൾ ഈ രാംലല്ലയുടെ അടുത്ത് തന്നെ പ്രതിഷ്ഠിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ രാംലല്ലയുടെ അടുത്ത് പ്രതിഷ്ഠിച്ചിട്ടില്ല. പക്ഷേ എവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവവും ഇപ്പം അറിയാൻ പാടില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, അദ്ദേഹം മധ്യപ്രദേശുകാരനാണ്, 1970 ബാച്ചുകാരനാണ്. അദ്ദേഹത്തിന് ഈ പേരിടാൻ തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ മറ്റേ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വളരെ തീക്ഷ്ണമായി ഡൽഹി ബിർള ടെമ്പിളിൽ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിവൻലി ഷീ പ്രേഡ് അറ്റ് ഡൽഹീസ് ബിർള ടെമ്പിൾ എന്നാണ്. അത്ര തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു മകനാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി എന്ന് പറഞ്ഞ് പേരിടും, ലക്ഷ്മി നാരായൺ എന്ന് പറഞ്ഞ് പേരിടും, കാരണം ലക്ഷ്മി ദേവിയോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന വലിയ വിശ്വാസത്തോടുകൂടി അയാൾ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു BJPയിലും സംഘപരിവാറിലും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്തരത്തിലുള്ള ഒരാളുടെ പോലും, അതായത് അയാളുടെ കയ്യിൽ നിന്ന് പോലും മേടിച്ചിട്ടുള്ള ഒരു സാധനം പോലും കൊള്ളയടിക്കാൻ, അത് അടിച്ചു മാറ്റാൻ ഇവർ തയ്യാറായെങ്കിൽ ഇവരെത്രത്തോളം നികൃഷ്ടരായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ തന്നെ നാളെ ഒരാളുടെ വീട് കാണാൻ, ഒരു കള്ളനാണെന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിലൊരു കള്ളനാണ്, പക്ഷേ അയാൾ വിചാരിക്കുകയാണ് DGPയുടെ വീടാണെന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസിലേക്ക് ഒരാൾ വന്നു, നമ്മൾ മോഷണം നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു SI വന്നിട്ട് അല്ലെങ്കിൽ SHO വന്നിട്ട് ഒരു പേന എടുത്ത് വെച്ചാൽ അയാളുടെ ഇത് അടിച്ചു മാറ്റാമെന്ന് നമ്മൾ വിചാരിക്കില്ല. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഈ സാധനം പോലും ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും ഇവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പരാതിയുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം നിരവധി തവണ ഈ ചമ്പൽ കൊള്ളക്കാരനായിട്ടുള്ള ചമ്പത് റായോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റാരോടെങ്കിലും പോയി ചോദിക്കൂ എന്നുള്ളതാണ്. ഈ കൊള്ളയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ നിരവധി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിലെ പല ഉദ്യോഗസ്ഥരും തന്നെ ഈ ചമ്പത് റായോട് ഇത്തരത്തിൽ കളവ് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ആദ്യമേ തന്നെ ഒരു പോസ്റ്റ് ഇടുകയും പിന്നീട് അതിൻ്റെ നിരവധി വിവരങ്ങൾ എത്തുകയും ചെയ്തതുകൊണ്ടാണ് അത് വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് രാഷ്ട്രീയമായി BJP അവർ വളരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നറിയപ്പെടുന്ന പാർട്ടികൾ, അവരുടെ നേതാക്കന്മാർക്ക് കമ്മ്യൂണിസ്റ്റിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? പിന്നെ ജനം അത് വിശ്വസിക്കുമോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇവിടെ രാമക്ഷേത്രവും രാമൻ്റെ വിഗ്രഹങ്ങളും അതുപോലെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മവും കൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പോലും മമതാ ബാനർജി വരുത്തിയത് ജയ് ശ്രീറാം വിളികളൊക്കെയാണ്. ഇനി എത്രത്തോളം ആ വിളികൾ വിളിച്ചാൽ ഇവരുടെ ആത്മാർത്ഥതയുണ്ടെന്ന് ജനം വിചാരിക്കും. യഥാർത്ഥത്തിൽ ജനത്തിന് മനസ്സിലായിരിക്കുന്നു ഇവർക്ക് വിശ്വാസമില്ല, ഇവരുടെ മനസ്സിൽ രാമനില്ല, ഇവരുടെ മനസ്സിൽ അയോധ്യ ക്ഷേത്രവുമില്ല, ഒന്നുമില്ല. കാരണം അതിൻ്റെ സ്ഥലം മേടിക്കുന്ന പോലെ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത് മുതൽ വീണ്ടും ഏറ്റവും ഒടുവിൽ അവിടുത്തെ സംഭാവന പിരിക്കുന്നത് മുതൽ കോടികളുടെ കളവ് നടന്നിരിക്കുന്നുവെന്നും അവർക്കാണ് ദൈവമില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ യുക്തിവാദികൾ അവരാണ് എന്നുള്ളതുപോലെ നിരീശ്വരവാദികൾ അവരാണെന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതെല്ലാം അധികാരം കിട്ടാനും എങ്ങനെയെങ്കിലും കുറച്ച് ചില്ലറ അടിച്ചു മാറ്റാനുള്ള പണികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചമ്പത് റായുടെ പേഴ്സണൽ ഡ്രൈവറാണെന്ന ആളുടെ കയ്യിൽ ഇപ്പോഴുള്ളത് 50 കോടി രൂപയാണ്. ചമ്പത് റായി വലിയ പണക്കാരനായിട്ടുണ്ട്. അദ്ദേഹം ഏതോ ഹോട്ടലുകളൊക്കെ തന്നെ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൂടി കേൾക്കുന്നു. അതിൻ്റെ പുറത്ത് ഇപ്പോൾ CBI അന്വേഷണം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ആ അന്വേഷണം കൊണ്ട് യഥാർത്ഥത്തിൽ മിണ്ടാതെ വാപൂട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കൂടാതെ RSSനകത്ത് തന്നെ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം ഒരു ജാമ്യം എടുത്തിരിക്കുന്നു.
ചില ആളുകൾ വിചാരിക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് RSS ആണെന്നാണ്. ഞങ്ങളങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ദത്താത്രേയ ഹൊസബള ഇതിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് അതിൻ്റെ ഐഡിയോളജി തന്നെ നഷ്ടമായിരിക്കുന്നു. പലപ്പോഴും അവർ മറ്റ് പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ സംരക്ഷകർ നമ്മളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് രാമനെ പോലും ചതിക്കുകയായിരുന്നു, കൊള്ളയടിക്കുകയായിരുന്നു എന്നുള്ളത് കൃത്യമായി ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി എത്ര നാൾ അവർക്ക് ഈ ജയ് ശ്രീറാം വിളികളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടൊപ്പം ചേർത്ത് നോക്കേണ്ട ഒരു കാര്യം, 10 മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഉത്തർപ്രദേശിൽ ഇലക്ഷൻ വരികയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ യോഗി ആദിത്യനാഥിൻ്റെ സീറ്റുകൾ വലിയ തോതിൽ കുറയുകയും 50-ൽ താഴെ ഉണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിയുടെ സീറ്റുകൾ 111 ഉയരുകയും ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. കൂടാതെ അത് ഞാൻ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് 50% സീറ്റ് വോട്ടുണ്ടായിരുന്ന ആ സംസ്ഥാനത്ത് അത് 36% ചുരുങ്ങിയിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള കോട്ടം BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടാതെ സമാജ്വാദി പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 10% വോട്ടുകളുടെ നേട്ടവും കൂടാതെ 43 സീറ്റുകളിലേക്കുമൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് അവിടെ എത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതുമൊക്കെ യാഥാർത്ഥ്യമാണ്. ഒരു 20-25 വരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടത് അവിടെ BJPക്കാണ്. BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ പോലെ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയത് ഉത്തർപ്രദേശാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഇന്നിപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ BJP അടപടലം തകരുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അത് അവിടുത്തെ ജനങ്ങൾ കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് അവർ 2024 തെരഞ്ഞെടുപ്പിൽ പോലും വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. പക്ഷേ BJPയുടെ ഏറ്റവും കാതലായിട്ടുള്ള അവരുടെ വേരുകളെ തന്നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് അയോധ്യ കൊള്ളയുടെ കഥകൾ ഓരോ ദിവസവും പുതിയതായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇവർ രാമനെ പിടിച്ചതും രാമൻ്റെ വിശ്വാസം പറഞ്ഞതും അതുപോലെ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചതുമൊക്കെ ഇവർക്ക് കൊള്ളയടിക്കാനും ഇവർക്ക് ആളുകളെ കൂട്ടി ഭരണത്തിലേക്ക് എത്താനുമായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ മുൻപിൽ. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ ഒരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ഇംഗ്ലീഷിലത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ ആ ചാനലിൽ ഒരു പുതിയ പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് 1,47,000 പേർ കണ്ടു കഴിഞ്ഞു. വളരെ സന്തോഷം. പക്ഷേ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കൂടാതെ അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ എടുക്കുന്നതിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ പോഡ്കാസ്റ്റിൽ കേരളത്തിൽ ആരും ഇതുവരെ പറയാതിരുന്ന നിരവധി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് എന്നുള്ളതിനെക്കുറിച്ചും, പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന, ഹൈക്കമാൻഡിന് ഇഷ്ടമില്ലാതിരുന്ന, KPCCയിൽ ഒരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതിരുന്ന VD സതീശനെ അധികാരത്തിലേക്ക് എത്തിച്ചതാരാണ്, മുഖ്യമന്ത്രി ആക്കിയതാരാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം കേരളത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഞാനാണ്. ഇപ്പോൾ അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ ബെക്കാഡി കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ അദാനി പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇനിയും നിരവധി ഉദാഹരണങ്ങൾ കൂടി വരാനുണ്ട്. അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ എടുക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നുകിൽ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഉറപ്പായും കാണാവുന്നതാണ്, അല്ലെങ്കിൽ കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടാതെ നമ്മളുടെ ഏറ്റവും പുതിയ ചാനലിൻ്റെ പേര് മറക്കണ്ട. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യണം. കാരണം അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഇനിയും കേരളത്തെ പൊള്ളിക്കുന്ന നിരവധി സത്യങ്ങൾ നിങ്ങൾ അറിയാനിരിക്കുന്നു ആ ചാനലിലൂടെ.